എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു, ഇനി കണ്ണീരില്ല ചിരി വരുന്നു എന്നതിനെക്കുറിച്ചാണ്. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ തത്തമ്മ പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. നഷ്ടപ്പെട്ടു പോയ ഒരു പ്രണയം നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിട്ടും ഹൃദയം തുറന്നു നൽകിയിട്ടും ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചില്ല, ഇഷ്ടപ്പെട്ടില്ല. അത് നിങ്ങളെ സംബന്ധിച്ച് വലിയ ദുഃഖമായി മാറി. കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥതയോടെ സ്നേഹിച്ച ഒരാൾ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടത്തോടെ സ്നേഹിച്ച ഒരാൾ, ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയത് ഒരുപക്ഷെ ദുഃഖങ്ങളായിരിക്കാം. നിങ്ങളുടെ മനസ്സിനെ ദുഃഖിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ആ വ്യക്തിയിൽ നിന്നുണ്ടായി. അത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിലപ്പുറത്തായിരുന്നു. ആ വിഷമം നിങ്ങൾക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അതൊരു വേദനയായിട്ട് മാറി നിൽക്കുകയാണ്. നിങ്ങൾ ആലോചിക്കുകയാണ്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്. പലപ്പോഴും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റുകളില്ലാഞ്ഞിട്ട് പോലും ആ വ്യക്തി നിങ്ങളെ യഥാവിധി മനസ്സിലാക്കുന്നതിനോ നിങ്ങളെ ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്നതിനോ തയ്യാറായില്ല. ചിലപ്പോൾ ഒരുപക്ഷെ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ചില ആളുകൾ ആ വ്യക്തിക്കെതിരെ പല നിലപാടുകളും സ്വീകരിക്കുക വഴി, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു പരിപാടികൾ അല്ലെങ്കിൽ ഒരു നീക്കങ്ങൾ അവർ നടത്തുകയും ചെയ്തു. അതിന് നിങ്ങളുടെ വ്യക്തിയെ കരുവാക്കി, നിങ്ങളുടെ വ്യക്തിയെ ഉപയോഗിച്ചുകൊണ്ട് അവർ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി, അതിൽ നിന്നെല്ലാം മാറി നിങ്ങൾക്ക് ആ വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? എന്താണ് ആ വ്യക്തിയിൽ നിന്നുള്ള സ്നേഹം നിങ്ങൾക്ക് കുറയാൻ കാരണമായത്? അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരുപാട് വിഷമമുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും നിങ്ങൾ ആത്മാർത്ഥമായി ഇഷ്ടപ്പെട്ടിട്ടും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എതിരായിട്ട് സംഭവിച്ചു, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമല്ലാതെ സംഭവിച്ചു. എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോഴും കാര്യമായി മനസ്സിലായിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് ചില ആളുകൾ നടത്തിയ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ മനസ്സിനെ ആക്രമിച്ചുകൊണ്ട്, നിങ്ങളുടെ മനസ്സിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ചില ആളുകൾ നടത്തിയ പ്രവർത്തനങ്ങൾ, അത് നിങ്ങളുടെ ഹൃദയത്തിൽ വല്ലാതെ വിഷമമുണ്ടാക്കി. നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിലപ്പുറമായിരുന്നു അത്. പക്ഷേ അതെല്ലാം മാറുകയാണ്. ആ തെറ്റിദ്ധാരണയിലൂടെ നിങ്ങൾക്കുണ്ടായ വിഷമങ്ങളും ദുഃഖങ്ങളും മാറുന്നു. ആ വ്യക്തിയുടെ തടഞ്ഞു വെക്കപ്പെട്ട, ആ വ്യക്തി സ്വമേധയ എടുത്ത തീരുമാനമാണെങ്കിലും മറ്റാരെങ്കിലും പറഞ്ഞെടുത്ത തീരുമാനമാണെങ്കിൽ ആ വ്യക്തിയിലൂടെ ഇല്ലാതെ പോയ ആ സ്നേഹം തിരിച്ചു കിട്ടുന്നു. ആ ഒരു ശക്തി നിങ്ങൾക്ക് ബലം നൽകും. നിങ്ങളുടെ മനസ്സിൻ്റെ വേദനകളും തേങ്ങലുകളും നിങ്ങളുടെ പോസിറ്റീവ് എനർജി അറിഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾക്കത് അനുഭവിച്ചറിയാൻ സാധിക്കും. ആനക്കുട്ടിയുടെ ചിത്രം പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ജീവിതത്തിൽ പലയിടത്തു നിന്നും കിട്ടേണ്ട സ്നേഹം ഇതുവരെ ലഭിച്ചില്ല. നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും മനസ്സിന് വിഷമമുള്ള, ഹൃദയത്തിൽ ദുഃഖമുണ്ടാകുന്ന ഒരു കാര്യം അതാണ്. ജീവിതത്തിൽ പലയിടത്തു നിന്നും നിങ്ങൾക്ക് ലഭിക്കേണ്ട അർഹതപ്പെട്ട സ്നേഹം ചില ആളുകളുടെ പ്രവർത്തനം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ നിർഭാഗ്യം കൊണ്ടോ ഇതുവരെ തടയപ്പെട്ടു. ആ സ്നേഹം എങ്ങനെയെങ്കിലും ലഭിക്കുന്നതിലേക്കായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും കാര്യങ്ങൾ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. ആ സ്നേഹം എങ്ങനെയെങ്കിലും നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൻ്റെ അഭിലാഷം. പക്ഷെ പലപ്പോഴും പല ഘട്ടത്തിലും ആ സ്നേഹം നിങ്ങൾക്ക് മുമ്പിൽ തടയപ്പെടുന്ന അവസ്ഥയുണ്ടായി. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ആ വ്യക്തിയെ നിങ്ങളെപ്രകാരം സ്നേഹിച്ചുവോ ആ സ്നേഹം ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാതിരിക്കാൻ ചില ആളുകളുടെ ശ്രമം, അവർ നടത്തിയ ശ്രമങ്ങളുടെ ഫലമായിട്ട് നിങ്ങൾക്ക് ആ സ്നേഹം തടയപ്പെട്ടു. ആ സ്നേഹം തടയപ്പെട്ടപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് വലിയ ദുഃഖമുണ്ടായി. ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരുമിച്ച് നിന്നിരുന്ന ഒരാളായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് സ്നേഹം നൽകിയൊരു വ്യക്തിയായിരുന്നു. പക്ഷെ ആ വ്യക്തിയെ ചിലർ തെറ്റിദ്ധരിപ്പിച്ചു. ഇതിൻ്റെ ഫലമായി നിങ്ങളെ സ്നേഹിക്കാൻ ഇരുന്ന, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിച്ചു കൊണ്ടിരുന്ന ആ വ്യക്തിയുടെ ഹൃദയത്തിൽ കളങ്കങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ നിങ്ങളിൽ നിന്ന് ആ വ്യക്തിയുടെ സ്നേഹത്തെ അടർത്തിയെടുക്കാൻ അവർ ശ്രമിക്കുകയും നിങ്ങളുടെ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർക്ക് ശ്രമിച്ചു. അത് തെറ്റിദ്ധാരണയാണെന്ന് പോലും നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായില്ല.
കാരണം അവരതുപോലെയായിരുന്നു സാഹചര്യങ്ങളെ ക്രിയേറ്റ് ചെയ്തത്. അവരുടെ വ്യാജമായ കിംവദന്തികളും വ്യാജ വിശ്വാസങ്ങൾ അർപ്പിക്കുകയൊക്കെ ചെയ്തതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷം നഷ്ടമായി. നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തി നിങ്ങളെ തള്ളിക്കളയുന്ന ഒരവസ്ഥ വന്നു. ആ വ്യക്തി പലപ്പോഴും അത് നിങ്ങളോട് നേരിട്ട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് താങ്ങാവുന്നതിലേറെയായിരുന്നു ആ കാര്യങ്ങൾ. എങ്ങനെ അത് ഉൾക്കൊള്ളും, എങ്ങനെ അത് നിങ്ങളത് ആ വെല്ലുവിളി ഏറ്റെടുക്കുമെന്നുള്ള സംശയം പോലും നിങ്ങൾക്കുണ്ടായിരുന്നു. അത്രത്തോളം ഹൃദയതുല്യം നിങ്ങൾ സ്നേഹിച്ച ആ വ്യക്തിയുടെ ജീവിതത്തിൽ, ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് വലിയ തരത്തിലുള്ള ഒരു അകൽച്ച നിങ്ങൾക്കുണ്ടായി. എങ്ങനെയെങ്കിലും ആ വ്യക്തിയുമായി ചേർന്ന് ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴും നിങ്ങളെ അടർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന വലിയ ശ്രമവുമായി ചില ആളുകൾ വന്നു. അവരായിരുന്നു അന്ന് വിജയിച്ചത്. നിങ്ങൾക്ക് ദുഃഖം തോന്നി, എൻ്റെ വ്യക്തിയെ എനിക്ക് നഷ്ടമായല്ലോ, എന്നെനിക്കിനി എൻ്റെ വ്യക്തിയെ തിരിച്ചു കിട്ടും, ഞാൻ എന്ന് എൻ്റെ വ്യക്തിയെ കണ്ടെത്തും, ഒളിപ്പിച്ചു വെച്ച സ്നേഹവും മറ്റും ആര് വന്ന് കണ്ടെത്തും, ആര് മനസ്സിലാക്കും ആ വ്യക്തിയെ? എല്ലാവരും പറയുന്നു നിങ്ങളിൽ സ്നേഹമില്ല എന്ന്. പക്ഷേ ഒരിറ്റ സ്നേഹത്തിന് വേണ്ടി യാചിച്ച് നിൽക്കുമ്പോഴും ആ സ്നേഹം കയ്യിലുണ്ടായിരുന്നിട്ട് നിങ്ങൾക്ക് നൽകാതിരുന്ന ഒരവസ്ഥയുണ്ടായി. അത് ആ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ചില ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ്. പക്ഷെ ഇപ്പോൾ ആ തെറ്റിദ്ധാരണ മാറുന്നു, ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നു, നിങ്ങൾക്ക് ആ സ്നേഹം തിരിച്ചു കിട്ടുന്നു. ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ചു പോയവർ പരാജയപ്പെടുന്നു. നിങ്ങളുടെ നിഷ്കളങ്കത്വവും നിങ്ങളുടെ ആത്മാർത്ഥത ആ വ്യക്തി തിരിച്ചറിയുന്നു, ആ വ്യക്തി തിരിച്ചു വരുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.